ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫായിരുന്നു. എൻ്റെ ബേസിക്കലി ഒരു സ്റ്റാഫ് നഴ്സാണ്. ഞാൻ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് വലിയൊരു കരിയർ നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. പക്ഷെ എപ്പോഴും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്, നഴ്സസ് വലിയൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് അല്ലേ. എന്നാൽ അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു, അതുപോലെ ഹോസ്പിറ്റലിൽ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് ആര് വേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും വേണ്ടത്. എന്തുകൊണ്ടെന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ വിശ്വസിച്ച് വരുന്ന നമ്മുടെ പേഷ്യൻസ് ആയിക്കോട്ടെ, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് ഡോക്ടേഴ്സും നഴ്സുമാരും ഉള്ളത്. ആ ഒരു ട്രീറ്റ്മെന്റ് അവിടെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഓപ്പറേഷൻ സ്മൂത്ത് ആവണം. വേണോ വേണ്ടേ? അപ്പൊ ആ പേഷ്യൻസിന് വേണ്ട കെയർ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക, ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രേരണ അല്ലെങ്കിൽ ആ ഒരു ഇതും കൂടെ കൊടുക്കുമ്പോൾ ഓപ്പറേഷനും കൂടെ സ്മൂത്ത് ആകുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ ഹെൽത്ത് കെയർ ചെയ്യുന്നത് ആരംഭിക്കുന്നത്. അപ്പോൾ ചെറിയൊരു റോളല്ല, വലിയൊരു റോളാണുള്ളത്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു എംപതിയോട് കൂടെ ഒരു പാഷനേറ്റ് ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊഫഷൻ.